കാറിലെത്തിയ രണ്ടംഗ സംഘം കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ കയറ്റിക്കൊണ്ടുപോയി മദ്യം നൽകി 2.5 പവൻ സ്വർണമാലയും സ്വർണമോതിരവും വാച്ചും മൊബൈൽ ഫോണും തട്ടിയെടുത്ത് വഴിയിൽ ഉപേക്ഷിച്ചതായി പരാതി. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ കളത്തൂർ പാലക്കുടി പ്രഭാകരനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച കാറിലെത്തിയ രണ്ടംഗ സംഘം കുറവലങ്ങാട് ടൗണിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി സ്വർണമോതിരവും മാലയും വാച്ചും കവർന്ന ശേഷം വഴിയരികിൽ ഉപേക്ഷിച്ച സംഭവമുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രഭാകരനും മക്കളും കുറവലങ്ങാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിന് കുറവലങ്ങാട് പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഞായറാഴ്ച പകൽ 11:30യോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന പ്രഭാകരന്റെ സമീപമെത്തി വെമ്പള്ളിക്കാണോ എന്ന് ചോദിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു. തുടർന്ന് ബിവറേജസ് ഷോപ്പിന് മുന്നിലെത്തി രണ്ടംഗ സംഘത്തിൽ ഒരാൾ മദ്യം വാങ്ങാനായി പോവുകയായിരുന്നു. ഈ സമയം കാറിനുള്ളിൽ വെച്ച് തന്നെ പ്രഭാകരന് കോളയൊഴിച്ച് മറ്റൊരാൾ മദ്യം നൽകുകയായിരുന്നു. തുടർന്ന് തിരികെ കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിലെത്തി വൈക്കൻ റോഡിലേക്ക് പോയി ചൂളയ്ക്കൽ ഷാപ്പിലെത്തി അവിടെ നിന്നും മദ്യത്തിനാവശ്യമായ ടച്ചിങ്സ് വാങ്ങിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇവിടെ മതിയായ സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് തോട്ടുവ ഷാപ്പിൽ പോയി അവിടെ നിന്നും സംഘാംഗങ്ങളിൽ ഒരാൾ ടച്ചിങ്സ് വാങ്ങി തിരികെ വാഹനത്തിൽ കയറിയതും പ്രഭാകരൻ ഓർമ്മയുണ്ട്. 11 മണിയായപ്പോൾ കുറവലങ്ങാട്ടിൽ പോയി. 11 മണിയായപ്പോഴും ഈ മുണ്ട് വാങ്ങിച്ചിട്ട് തിരിച്ച് വലിയ വീട്ടിൽ കവല വന്നു ഇങ്ങോട്ട് പോരാൻ വേണ്ടി, വെമ്പള്ളിക്ക് പോരാൻ വേണ്ടി. അങ്ങനെ നിൽക്കുമ്പം ഒരു കാറ് വന്നു. ഞാൻ മാത്രമേ അവിടെ ബസ് കാത്ത് നിൽപ്പുള്ളൂ. ഈ കാർ അവിടെ കൊണ്ട് നിർത്തി. തെക്കോട്ടാണെങ്കിൽ പോവാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വെമ്പള്ളിക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു വെമ്പള്ളി കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് കാറേ കയറി. കാർ ഇങ്ങോട്ട് നീങ്ങി ബിവറേജിൻ്റെ അവിടെ വന്നപ്പോൾ ഇവർ കാർ നിർത്തിയേച്ചും പറഞ്ഞ് ഒരു ചെറുത് മേടിക്കാം, നമുക്ക് ചുമ്മാ ഒരു ലാർജ് അടിക്കാമെന്ന് പറഞ്ഞു. ഇത് വാങ്ങിച്ച് അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് ഈ കാർ കൊണ്ടുപോയിട്ടിരുന്നത്. ഉടനെ തന്നെ ഇവരെ കാറിനകത്തുനിന്ന് ഒരു ലാർജ് എനിക്ക് എടുത്തു തന്നു. മറ്റവൻ വാങ്ങിക്കാനും പോയി. ഇത് കഴിച്ച് കാറയിലിരുന്നു. ഒരു കാറ് തിരിച്ച് അവർ കഴിച്ചോ? അവർ കഴിച്ചില്ല. വെള്ളക്കാർ മാരുതിയാണോ? മാരുതി കാറാണ് അല്ലേ? എന്നിട്ടോ അവർ എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. അത് കണ്ട ചേട്ടൻ അവരെ കണ്ടറിയാം. എന്തോരം പ്രായമുള്ളവരായിരിക്കും? ഒരു 35 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് ഒരു 10-28 വയസ്സ്. ചെറുപ്പക്കാരാ. ആരാ വണ്ടി ഓടിച്ചത്? കറുത്തിട്ട് ഇങ്ങനെ മീശ വെച്ച് താടി മീശ വെച്ച് കറുത്തിട്ടല്ലേ? കറുത്തിട്ട് താടിയുള്ള കുറ്റിത്താടിയാണോ? കുറ്റിത്താടിയാ. എത്ര അവനാണ് വണ്ടി ഓടിച്ചത്? ചേട്ടനെ എന്നെ മദ്യം ഒരു പെഗ് മാത്രമേ തന്നുള്ളൂ? അല്ല, 2 പെഗ് വന്നു. 2 പെഗ് വന്നു. അതിനകത്ത് തന്നെ ഒഴിച്ചു വരും. വെള്ളമാണോ? കോളായ ഒഴിച്ചത്. ഓറഞ്ചിന്റെ കോളയാണ് ഒഴിച്ചു തന്നത് അല്ലേ? വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു? വണ്ടിയുടെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാ കൊണ്ടുപോയത്? അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ വെളുപ്പിനെയാണ് വിവരം അറിയുന്നത്. വീട്ടിലാണെന്ന്. തോട്ടുവായിക്ക് പോയെന്ന് പറയുന്ന സംഭവം? തോട്ടുവായിക്ക് പോയത് ഇവര് ഇത് വാങ്ങിച്ചു കഴിഞ്ഞേച്ചും പറഞ്ഞ് നമുക്ക് തൊടാനെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു. ഉടനെ അവിടുന്ന് കുറവലങ്ങാട് കവലയിൽ നിന്ന് വൈക്കത്തിനുള്ള വഴിക്ക് കുറച്ച് മാറുമ്പോൾ ഒരു ഷാപ്പുണ്ടല്ലോ, തോട്ടുവ അല്ല അതിന് പുറത്തെ ചൂളയ്ക്ക്. അവിടെ കറിയില്ലാഞ്ഞ് അവിടുന്ന് നേരെ തോട്ടുവായിക്ക് പോയി. അവരിറങ്ങി ചെന്നോ? അവരിറങ്ങി ചെന്ന് ചോദിച്ച് സംഗതിയൊക്കെ ചോദിച്ചു. ഇല്ല, വണ്ടിയായിരുന്നു. അവിടുന്ന് തോട്ടുവായി ചെന്ന് കറി വാങ്ങിച്ചു. അവിടുന്ന് തിരിച്ച് കറി മേടിച്ച് അവിടെ ഇരുന്ന് കഴിച്ചില്ല. ഞാൻ കഴിച്ചില്ല. ഈ 2 ലാർജ് ഞാൻ കഴിച്ചുള്ളൂ. അല്ല, വണ്ടി ഇരിക്കാതെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വിവരം അറിയാൻ മേല. വണ്ടിയുടെ മുമ്പിലാണോ പുറകിലാണോ? പുറകിലെ സീറ്റല്ലായിരുന്നു. സീറ്റില് വേറെ ആരും പുറകിൽ ഒരാളുണ്ടായിരുന്നു അല്ലേ? അല്ല, ഫ്രണ്ടിൽ തന്നെയാണ്. ഫ്രണ്ട് തന്നെ ഒഴിച്ചതാണ് അല്ലേ? ഈ ചെറുപ്പം അന്നേരം അവർ വേറെ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തോ? വണ്ടി ചേട്ടനോടൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഒരു വർത്തമാനവും പറഞ്ഞില്ല. ചേട്ടൻ ഒന്നും ചോദിച്ചില്ല. വർത്തമാനം പറഞ്ഞത് ഈ വെയിലിന്റെ കാര്യം പറഞ്ഞു. AC ഇട്ട് വണ്ടിയുടെ AC ഉള്ള വണ്ടിയാണ്. ഭയങ്കര ചൂട്. ഗ്ലാസ് അങ്ങ് പൊക്കിയിടാം, എന്നിട്ട് AC ഇട്ടേക്കാമെന്ന് പറഞ്ഞ് AC ഇട്ടു. ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞുള്ളൂ. അവരെന്ത് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു. അവര് തൊട്ടുവാ ഷാപ്പിൽ ചെന്ന് എന്നെ കറി മേടിച്ചെന്നല്ല, എന്നെ പന്നിക്കറിയാ മേടിച്ചല്ലേ? പന്നിക്കറിക്ക് മേടിച്ചാ ചേട്ടൻ അന്നൊന്നും ചോദിച്ചില്ല. അവര് കഴിച്ചോ പന്നിക്കറി? അതിൽ ഒരുത്തം കഴിച്ചു. അല്ല, അവര് മദ്യം കഴിക്കുമല്ലോ ചെയ്തു കൂടെ? അതിൽ ഒരുത്തം കഴിച്ചു.
ചേട്ടനോട് കഴിച്ചു, ഒരുത്തം കഴിച്ചിട്ടുണ്ട്. അവൻ ചേട്ടൻ ഒഴിച്ചു തന്നാൽ അതേ കോള തന്നെയാണ് ഇവർ ഒഴിച്ച് കഴിച്ചത്? അല്ല, അവനെന്നാ കഴിച്ചത്? അവൻ വെള്ളം ഒഴിച്ച കഴിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. പരാതി കൊടുത്തപ്പോൾ പോലീസുകാരെന്താ പറഞ്ഞേ? പറഞ്ഞ അന്വേഷിക്കാമെന്നാ പറഞ്ഞത്. അന്വേഷിക്കാമെന്നാ പറഞ്ഞത്. അന്വേഷിക്കുകയല്ല, ആകുന്നത്ര പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഉച്ചയായപ്പോൾ ഒന്ന് വിളിച്ചായിരുന്നു, ചെറുക്കനെ വിളിച്ചായിരുന്നു. അവൻ്റെ ആ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫോണും കൊണ്ടുപോയി. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയണ്ടേ? അതിനുള്ള പേപ്പറൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചേട്ടൻ അവിടെ ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് വലിയ വീട്ടിൽ ചേട്ടൻ കയറ്റിക്കൊണ്ട് പോകാൻ ഇവർ ആരെങ്കിലും ഫോൺ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല? ഇവർ നേരെ അവിടെ വണ്ടി നിർത്തിയിട്ട് ചേട്ടൻ വല്ല കുപ്പി വല്ല മേടിക്കുകയല്ലേ ചെയ്തായിരുന്നു? ഞാൻ മേടിച്ചായിരുന്നു. അതെന്തിയാകും? ആ കുപ്പി എന്തി? അത് ഈ മുണ്ടിന്റെ കൂടെ ആയിരുന്നു, അവർ കൊണ്ടുപോയി. മുണ്ടിന്റെ കൂടെ അവർ കൊണ്ടുപോയി. മുണ്ട് കിട്ടി. ആ സാധനമാണ് പൊട്ടിച്ചത് ചേട്ടൻ? അല്ല, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനമാണ് അച്ഛനും ചേട്ടനെ പൊട്ടിച്ചു തന്നത് അല്ലേ? അപ്പോൾ ഈ ഇവിടുന്ന് ബിവറേജിന്റെ അവിടുന്ന് ചേട്ടൻ ആദ്യം സാധനം മേടിച്ചോണ്ടാ ഞാൻ ഈ മുണ്ട് വാങ്ങി. അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. ചേട്ടൻ പകൽ കഴിക്കാറില്ലല്ലോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാനില്ല. അവിടുന്ന് ബിവറേജിന്റെ അവിടുന്ന് വടക്കേക്ക് വരയ്ക്ക് എങ്ങനെയാ പോയേ? കാറേ പോയി. ഞാനോ? ഞാൻ നടന്നാ പോയ. ബിവറേജിന്റെ അവിടുന്ന് ഞാൻ നടന്നാ പോയ. ബിവറേജിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വണ്ടി കിട്ടിയാലായിരുന്നു? അതായത് മുണ്ട് വാങ്ങിക്കണം. മുണ്ട് എവിടുന്നാ മേടിച്ചേ? മുണ്ട് നെയ്റോസിൽ നിന്നാ മുണ്ട് വാങ്ങിച്ചത്. മുണ്ട് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നിൽക്കുമായിരുന്നു ഇങ്ങോട്ട് പോരാനായിട്ട്. ഈ മോതിരം എത്ര ഗ്രാം കാണുമായിരിക്കും? മോതിരം 2 ഗ്രാം മിച്ചമുണ്ട്. മോതിരം 2 ഗ്രാം മിച്ചമുണ്ട്. മാലയോ? മാല 2 പവൻ മിച്ചമുണ്ട്. എത്ര? വാച്ച് എന്നത്തിന്റെ സിറ്റിസന്റെ വാച്ച്. ഗോൾഡ് കളർ തന്നെ? ഗോൾഡ്. ഫോൺ നിക്കോയുടെ, നോക്കിയാടെ. മുണ്ട് മേടിക്കണമെന്നും പറഞ്ഞ അവിടുന്ന് പോയപ്പം പിന്നെ അത് പോയിട്ടൊരു 1 മണി 2 മണിയൊക്കെ കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പൊ ഞങ്ങൾ അന്നേരം ഇവളോട് ഞാൻ പറഞ്ഞു, വിളിച്ച് അച്ഛനൊന്ന് വിളിച്ച് എവിടെയാന്ന് അറിയാമല്ലോ എന്ന് ഓർത്ത് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നുമില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ വീട്ടിലെ പുള്ളിയായിട്ട് വലിയ രോഗിയാ, എന്നാൽ അതിനോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. അതും വിളിച്ചിട്ടും എടുക്കുന്നില്ല. അങ്ങനെ നോക്കി ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് കുറെ നേരം കഴിയുമ്പോൾ ഇവിടുത്തെ മൂത്തവൻ ഈ മിഷനുമായിട്ട് പുഴവൂർക്ക് പോയതായിരുന്നു. അത് എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞു പോയി. അത് എടുത്തോണ്ട് വന്ന വഴി വന്നപ്പോഴാണ് ഈ വെമ്പള്ളിയിലെ ചാത്തഞ്ചിറയുടെ അവിടെ ഉണ്ട് ആ സിമന്റ് കടയുടെ തിണ്ണൽ ഇങ്ങനെ ഒരാൾ കിടക്കുന്ന കണ്ട്. അങ്ങനെ കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് അച്ചായിയാണെന്ന് തോന്നണമെന്നും പറഞ്ഞത് വേറെ എടുത്തിനോടെ ഉണ്ടാകും. നോക്കിയപ്പോൾ അച്ചായിയാണെന്ന് അവ കാണുമ്പോൾ നോക്കുമ്പോൾ ഛർദ്ദിച്ചൊരു വശം ഇങ്ങനെ ഛർദ്ദിച്ചു, യാതൊരു അനുഭവം ഇല്ലാതെ നടക്കുക. പിന്നെ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേ കൊണ്ട് കിടത്തി പോലെ ആ കിടത്തിയ പടി കിടക്കുക. ഒരു അതുമില്ല, വായിന്നിങ്ങനെ എന്തോ ഒരു സാധനം കറുത്തിങ്ങനെ വായിന്നിങ്ങനെ പോകുന്നു. തേരെ മുണ്ട് മാറ്റി വെച്ചുകൊടുത്ത് ആ മുണ്ടൽ ഇങ്ങനെ സന്ധ്യയാവുള്ളൂ ഇങ്ങനെ കിടന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് ഏക്കുകയോ ഒക്കെ ചെയ്യണം. ഇങ്ങനെ പൂസായി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു കാര്യം ചോദിക്കുകയോ പറയുകയോ ചെയ്തോ ഒന്നും പറയണ്ട. അങ്ങനെ കിടന്ന് പിന്നെ മകളെ കൊണ്ടുപോയി അവനെയും വിളിച്ച് വരുത്തി. ഇനി ആശുപത്രി വല്ലയിടത്തും കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിളിച്ച് അവരവിടുന്ന് 2-3 പേര് വന്നു. പിന്നെ എന്നാ ഈ അവര് വന്ന് വെള്ളം ഒഴിച്ച്, തലേ വെള്ളം ഒഴിച്ച്, കാല് പാത്രത്തിൽ വെള്ളം വെച്ച് മേലെല്ലാം കഴിയുമ്പോൾ പതുക്കെ ഒന്ന് ഏറ്റിരുന്നു. അത് കഴിഞ്ഞ് എന്നാ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പറയാൻ പറ്റിയായിരുന്നു പറഞ്ഞാൽ ഒന്നും തിരിയല്ല. അങ്ങനെ കിടന്നേച്ചും പിന്നെ നേരം വെളുത്ത് 5 മണിയായപ്പോൾ ഏറ്റപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഞാൻ അവിടെ നിന്ന് ഇച്ചിരി നേരം നിന്ന് കുറേ നേരം നിന്ന് വണ്ടി വന്നില്ല. അപ്പോൾ ഒരു കാറുകാരൻ വന്നു കഴിഞ്ഞ് ചോദിച്ചു ഇങ്ങനെ എങ്ങോട്ടാന്ന് ചോദിച്ചു. വെമ്പള്ളിക്കാണെന്ന് ചോദിച്ചു. ആ വെമ്പള്ളിക്കാണെങ്കിൽ കയറിക്കോ, വെമ്പള്ളി കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കാൻ കൊണ്ടുപോകുന്ന കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്ന് അവിടെ നിർത്തിയിട്ട് ചെന്നൊരു കുപ്പി മേടിച്ചോണ്ട് വന്നു. ആ കുപ്പി കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് അത് മേടിക്കാൻ പോണതിന് മുമ്പ് കുറച്ച എൻ്റെ അടുത്ത് ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോയി കുപ്പി മേടിച്ചോണ്ട് വന്ന് എന്നുവെച്ചും വന്നപ്പോഴത്തേനും മറ്റേ പുള്ളി ശകലം കൂടെ കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം പുള്ളി കുടിച്ച കാര്യം പറയുന്നുണ്ട്. പിന്നെ പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഈ വെമ്പള്ളി കൊണ്ട് കിടച്ചത് ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. അത് അതിലേ പോന്നിട്ട് ഈ തോട്ടുവായി ഇവൻ താമസിക്കുന്നുണ്ട്. അതിലെ എങ്ങാണ്ട് കുറുക്കുവഴിയെല്ലാം കയറി. അന്നേരം പറഞ്ഞു ചെറുക്കനവിടെ താമസിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അത് വേണ്ട, നമുക്ക് വണ്ടിയെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ അതിലെ എങ്ങാണ്ടെല്ലാം കുറുക്കുവഴിയെല്ലാം കുറേ നേരം ചിറ്റിയെന്ന് പറഞ്ഞു. അതൊന്നും പുള്ളി അറിയുന്നില്ലെന്നാണ്. അങ്ങനെയാ സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത്.
എന്നൊക്കെയാ പോയെന്ന് പറഞ്ഞേ? സാധനം എന്നൊക്കെയാ പോയത്? വാച്ചുണ്ടായിരുന്നു, കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, 2 പവന്റെ ഒരു മാല, പിന്നെ ഇത് ഫോണും, ഇത്ര സാധനം ഉണ്ടാകും. പിന്നെ അവിടുന്ന് ഒരു കുപ്പി ബ്രാൻഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചൊന്നുമില്ല, ഇവിടെ കൊണ്ടുവച്ച് കുടിക്കാനായിട്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു, അതും ഇല്ല. ഒരു മുണ്ടുണ്ടായിരുന്നു, ആ മുണ്ട് മാത്രം ആ ഭിത്തിയെ ചാരി, ആ കടയുടെ ഭിത്തിയെ ചാരി ആ മുണ്ട് മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നു.